ഏജനറ്റ് ന്യൂസ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഇരിട്ടി സിഗ്നലിനോട് സമീപത്തുള്ള ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ചു കയറി ദിനംപ്രതി അപകടങ്ങൾ സംഭവിക്കുന്ന വാർത്തകൾ. പൊതുമരാമത്ത് വകുപ്പ് ഇത് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ പായം പഞ്ചായത്തും ഇരിട്ടി പോലീസും ഇടപെട്ടതിന് ശേഷം ഇരിട്ടിയിലെ ഒരു സ്വകാര്യ സ്ഥാപനം ഇവിടെ ഡിവൈഡർ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏജനറ്റ് ന്യൂസ് ഇമ്പാക്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മോടൊപ്പം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മാഡം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് മാഡത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് ചെല്ലാം. ഇരിട്ടി പാലത്തിന് സമീപം ഡിവൈഡർ ഇല്ലാത്തതിന്റെ ഭാഗമായി ഒരുപാട് അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെയുള്ള ശ്രീ ജോളി എന്ന് പറയുന്ന ആള് ഇടപെടുകയും അതുപോലെ മാധ്യമ വാർത്തകളൊക്കെ നിരന്തരം വന്നതിൻ്റെ ഭാഗമായി അവിടെ ഡിവൈഡർ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കർണാടക അന്തർ സംസ്ഥാന പാതയാണ്. നിരവധി വാഹനങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്തായാലും അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ ഡിവൈഡർ സ്ഥാപിക്കുന്നതോടുകൂടി കാണാൻ വേണ്ടി കഴിയും. പഞ്ചായത്തും അതുപോലെ പോലീസും PWDയും കൂടി സംയുക്തമായിട്ടാണ് ഇവര് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇരിട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ബെന്നിസാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, നിരന്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ പോലീസും പഞ്ചായത്തും വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്ഥിരമായിട്ട് രാത്രി സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ, ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ വന്നിട്ട് ഡിവൈഡർ സ്ഥിരമായിട്ട് ഇടിച്ച് തെറിപ്പിച്ച് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ ഡിവൈഡറിന് പുതുക്കി പണിത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുമരാമത്ത് വകുപ്പിനോട് അടക്കം ആവശ്യപ്പെട്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടായതിൻ്റെ പിൻബലത്തിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയും ഇടപെട്ട് പോലീസും ഇരിട്ടി പോലീസും കൂടി സഹകരിച്ചിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിച്ച് ഈ ഡിവൈഡർ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചതും ആ പ്രവൃത്തി നടത്തി വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും യാത്രക്കാർക്കുണ്ടാകുക എന്ന് ഉറപ്പുണ്ട്. കാരണം നല്ലൊരു ഡിവൈഡർ വരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഒരു റിഫ്ലക്റ്റർ ലൈറ്റ് രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെറിയ ഡിവൈഡറിൻ്റെ ഭാഗത്തും റിഫ്ലക്റ്റർ ലൈറ്റ് കൊടുത്ത് നല്ല വൃത്തിയായ രീതിയിൽ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവൃത്തി ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും കുറേ ഡിവൈഡറുകൾ വെക്കാനുണ്ട്. ഇത് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തെ റോഡ് അപകടത്തിന് നല്ലൊരു പരിഹാരം ആകുമെന്ന് ഉറപ്പുണ്ട്. അതിനാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഇരിട്ടി പോലീസും ചേർന്ന് നടപടിയെടുത്ത് ഒരു സ്വകാര്യ വ്യക്തിയെ കൊണ്ട് നമ്മളിത് ചെയ്യിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും നല്ലൊരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏജനറ്റ് ന്യൂസ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ആ വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായം ഗ്രാമപഞ്ചായത്തും പോലീസും പൊതുമരാമത്തും ഭംഗിയായ രീതിയിൽ ഇത് ഒരു സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിച്ചു, സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ അപകടങ്ങൾ കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ. Where your dreams meet the world's best. CJ Buildwear. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. നമ്മുടെ സ്വപ്നഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന CJ Buildwearന് Trust the legacy of 35 years. CJ Buildwear, Sanjas Riverview Complex, Thanthode, Iriti, Kannur. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനറ്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.